അപ്പോൾ നമ്മൾ കാൻസലിങ് ചെയ്യാൻ വേണ്ടി മന്ത്രി ഒന്ന് മാറ്റി. അയ്യോ അവിടെ കൊണ്ടുവെക്കല്ലേ, ഇപ്പൊ തീർന്നേനെ ഇപ്പൊ. അയ്യോ തോറ്റു തോറ്റു. ഇതൊരു മണ്ടിയാട്ടോ, ലോക മണ്ടിയാണ്. നമുക്ക് ഇന്ന് രണ്ടു വട്ടം അമേരിക്കക്കാരിയെ പറ്റിച്ച് രക്ഷപ്പെട്ടു. മൂന്നാമത് നോക്കുകയാണ് എങ്ങനെ ചെയ്യാൻ പറ്റും. എന്തായാലും ആദ്യം തന്നെ നമ്മൾ അവര് D4 കളിച്ചു, നമ്മൾ D5, അവര് F3, നൈറ്റ് C6 ആൻഡ് C3. നെക്സ്റ്റ് ബിഷപ്പിനെ ഇറക്കി നമ്മൾ നമ്മുടെ ആ അറ്റാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും മലാമ്മയ്ക്ക് ഭയങ്കര അസുഖം. മലാമ്മ പെതുക്കെ കളിക്കുന്നു, നമ്മൾ തോപ്പിക്കാനുള്ളത്. അമേരിക്കക്കാരിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല അങ്ങോട്ട്. E4 കളിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് എന്താ കിട്ടിയേക്കാം. ഡി ക്യാപ്ചർ E4 നമ്മൾ വെട്ടിയിട്ടുണ്ട്. ആഹാ, അത് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് വെട്ടാൻ പറ്റത്തില്ല, കാരണം മന്ത്രി അവിടെ ഇപ്പോൾ ഉണ്ട്. മന്ത്രി കാരണം നമുക്ക് വെട്ടാനും പറ്റത്തില്ല. എന്തായാലും ഒരു സ്റ്റെപ്പ് കൊണ്ട് ഇറങ്ങുന്നത് നമ്മൾ വെട്ടും. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഇറങ്ങും. ഉന്നാല മുടിയാതെ നാഗവല്ലി. ഇറങ്ങ്, വെട്ട്, സമയമില്ല. പുള്ളിക്കാരിക്ക് നല്ല പേടിയായിട്ടാ, സമയം എടുത്താ ചെയ്യുന്നത്. അപ്പം വീഡിയോ ആദ്യമായിട്ടാണെന്നൊരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേ. ചാനൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ മണ്ടൻ വീഡിയോകൾ ഒത്തിരി കാണും. ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് ലൈക്ക് ചെയ്തേക്കും. നൈറ്റിനെ ടാർഗറ്റ് ചെയ്ത കേട്ടോ. നൈറ്റിനെ എവിടേക്ക് മുക്കിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവിടെ പറ്റത്തില്ല. നൈറ്റിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ശരിയല്ല കേട്ടോ. നൈറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. തിരിച്ച് ബിഷപ്പിനെതിരെ അറ്റാക്ക്. നൈറ്റ് G6. ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് പോകുന്നതാണ് അവനൊക്കെ നല്ലത്. അവനല്ല, അവക്ക് നല്ലത്. വെൽ പ്ലാൻഡ് കളി കേട്ടോ, വെൽ പ്ലാൻഡ്. കാരണം എന്തായാലും നൈറ്റിനെ നമ്മൾ എടുക്കുക. ഒരു ബിഷപ്പിനെ കളഞ്ഞാലും കുഴപ്പമില്ല, നൈറ്റിനെ എടുക്കുന്നു. അവർ നൈറ്റ് H3 കളിച്ചു, നമ്മൾ നൈസിന് പോയി എടുത്തു. ബിഷപ്പ് ക്യാപ്ചർ H3, നൈറ്റ് H3. എന്തായാലും ബിഷപ്പിനെ എടുക്കുന്നു. ബിഷപ്പിനെ നമ്മൾ വിട്ടുകൊടുത്തതാണ്. അപ്പൊ നമ്മൾ കാൻസലിങ് ചെയ്യാൻ വേണ്ടി മന്ത്രി ഒന്ന് മാറ്റി. അയ്യോ അവിടെ കൊണ്ടുവെക്കല്ലേ, ഇപ്പൊ തീർന്നേനെ ഇപ്പൊ. ഇങ്ങോട്ടാണ് കൊണ്ട് വെച്ചാറ് ഞാൻ ബിഷപ്പ് വന്നങ്ങ് വെട്ടിയാനെ. അത് ശ്രദ്ധിച്ചൊരു കമന്റ് ചെയ്യട്ടാ. ഇങ്ങോട്ട് മാറ്റി വെച്ച്. എന്തായാലും നമുക്ക് കാൻസലിങ് ചെയ്യാം. എന്തായാലും ഇത് എടുക്കുമായിരിക്കും. അല്ല, വേറെ പ്ലാൻ കേട്ടോ. ഓഹോ, ഇപ്പൊ എന്താ ചെയ്യാ. ഇവിടെ റൂട്ട് കൊടുക്കട്ടെ. വെട്ര, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വെട്രാന്നല്ല, വെട്ടടി. വെട്ടിയില്ല, ബുദ്ധിമതിയാണ്. അങ്ങനെ ഒന്നും തോറ്റി തരാൻ ഒരുക്കമില്ല. വെട്ടിക്കോ. ഈ ക്യാപ്ചർ D5. ഓഹോ, അത് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു കേട്ടോ. ഒട്ടും ഭയം ഇല്ലാതെ വന്നങ്ങ് വെട്ടി. കുഴപ്പമില്ല, എപ്പോഴും മാറിക്കൊടുക്കുന്നതാണ് നമുക്ക് ഉചിതം. ഇതൊരു ബ്ലണ്ടർ ഒന്നും വന്നില്ല കേട്ടോ, നല്ല കളി കളിക്കുന്നുണ്ട് ഞാൻ. സമ്മതമുള്ളവർ ലൈക്ക് ചെയ്യുക, ഉറപ്പാകുന്നുള്ളത്. മണ്ടൻ കളി കൂടിപ്പോയ നൈറ്റിനെ എടുക്കും, അത്രയല്ലേ ഉള്ളൂ. അത് മണ്ടൻ കളിയായിരുന്നു കേട്ടോ. ആദ്യത്തെ മണ്ടൻ കളി നമ്മുടെ അമേരിക്കക്കാർ കളിച്ചിരിക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മിക്കവാറും ഇവിടെ കൊണ്ടിട്ടൊരു പണി പണിയാൻ പറ്റുന്നുണ്ട്. യെസ്, ഇത് എന്താണ് അടുത്ത മൂവ്മെന്റ്. ചെക്ക് വിളിക്കാം. വേണ്ട, ഈ ഗ്യാപ്പ് വെച്ച് ചെക്ക് വിളിക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം. ചെക്ക്. ഇപ്പൊ ഇതാണെങ്കിൽ അതിലൊന്നും വലിയ കാര്യമില്ല.
then 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 ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ നൈറ്റിനെ എന്തായാലും മാറ്റി വെച്ചേക്കാം. കാരണം ഇവിടെ വന്ന് ചിലപ്പോൾ വെട്ടാൻ സാധ്യതയുണ്ട്. അല്ല, വെട്ടത്തില്ല. അയ്യോ, തോറ്റു. മണ്ടനെ ഇതൊരു മണ്ടിയാട്ടോ, ലോക മണ്ടിയാണ് ഞാൻ കണ്ടത് വെച്ച്. കാരണം ഈ മന്ത്രി ഇവിടെ ഇരിക്കുമായിരുന്നു, നിങ്ങളെല്ലാം കണ്ടല്ലോ. ഈ മന്ത്രിയെ കൊണ്ടുവന്ന് ഇവിടെ ചെക്ക് വിളിക്കായിരുന്നു, കളി ചെക്ക് ആയിരുന്നു. കണ്ടോ, ബിഷപ്പ് വീട്ടിൽ പോകുന്നുണ്ട്. ഞാൻ വമ്പൻ ബ്ലണ്ടർ കാണിച്ചു, ആ ബ്ലണ്ടർ കണ്ടുപിടിച്ചില്ല. കണ്ടോ, ഇവിടെ മന്ത്രി ഇരിപ്പുണ്ടായിരുന്നു, ആ മന്ത്രിയാണ് ഇപ്പൊ ഇങ്ങോട്ട് നീക്കി വെച്ചത്. ഈ മന്ത്രിയെ കൊണ്ടുവന്ന് ഇവിടെ ചെക്ക് വിളിക്കാൻ, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെക്ക് ആയാൽ ആ മന്ത്രിയെ പുള്ളിക്കാരി എടുത്തോണ്ട് കൊണ്ടുവച്ചേക്കും. എവിടെ കൊണ്ട് മാങ്ങ പറിക്കാൻ കൊണ്ടുവച്ചോ? ഇതിനെ മാങ്ങ പറിക്കാൻ കൊണ്ടുവച്ചെന്ന് തന്നെ പറയണം. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് മാറട്ടെ. ഇവിടെ പറ്റത്തില്ല, ഇവിടെ പറ്റും. യെസ്, ഇവിടെ. അപ്പൊ ഇതുവരെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ. എപ്പോഴെപ്പോഴും പറയുന്നത് കേൾക്കണേ. എന്താണ് അടുത്ത മൂവ്മെന്റ്? എന്തായാലും നല്ല വമ്പൻ നഷ്ടമാണ് അടിച്ചത്. ഇതാണ് ചെസ്സിന്റെ ഒരു മേന്മ. നമ്മളെ ഓരോ മൂവ്മെന്റും നമ്മൾ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ തോൽവി ഉറപ്പാ. ഇപ്പൊ ഈ കളി ഞാൻ തോക്കേണ്ട കളിയാണ്. അപ്പുറത്ത് നല്ല കളിക്കാരിയായിരുന്നെങ്കിൽ, അമേരിക്കക്കാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മണ്ടത്തരം ആര് കാണിച്ചാലും മണ്ടത്തരം. അല്ല, അസലായിട്ട് മണ്ടത്തരം കാണിച്ചു. ചെയ്യേണ്ട സ്ഥാനത്ത് മണ്ടത്തരം കാണിച്ച് തോറ്റു എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് ഇവിടെ വേണ്ട, ഇവിടെ എടുത്താൽ വേണ്ട, അവിടെ ഇരിക്കട്ടെ. മാറ്റിയോ? അയ്യോ, മാറി. ഇവിടെ ഇരുന്നല്ലി. അപ്പൊ അവര് കിങ് F2 കളിച്ച് എന്നെ സേഫ് സോണിലോട്ട് മാറ്റിയേക്കുക. കിങ് F2 കളിച്ച് സേഫ് സോണിലോട്ട് മാറ്റി. ഇനി പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നൈറ്റിനെ ഇറക്കാം. നൈറ്റിനെ ഇറക്കി ഒരു വെല്ലുവിളി കൊടുക്കാം. നൈറ്റ് E5. മറുപടി വല്ലതും തരുന്നുണ്ടോ? മറുപടി താ. യെസ്. Then bishop HF8 check. തടയുന്നു. നല്ല കിഡിലെ മൂവ്മെന്റ്. കണ്ട നമ്മുടെ ഇന്ത്യക്കാരുടെ കിഡിലെ മൂവ്മെന്റ്. ചെക്ക്. മോളൂസിന്റെ മന്ത്രി അങ്ങ് പോയി കിട്ടി. തടയാൻ നോക്ക്. ഓരോരോ മണ്ടത്തരം കാണിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഓരോരോ നീക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ദെൻ മന്ത്രിയെ നമ്മളങ്ങ് എടുക്കുക. നൈറ്റ് ക്യാപ്ചർ E3. അതിലൊന്നും വലിയ കാര്യമില്ല. അടുത്തൊരു ചെക്ക് കൂടെ കൊടുത്തേക്കാം. ചെക്ക്. നൈറ്റ് F5. നീക്കിക്കോ. അടുത്തത് ഇനിയിപ്പോ വല്ല ചെക്ക് വിളിക്കാൻ വല്ല വഴിയുണ്ടോ? വഴി പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഒരു ചെക്ക് കൂടെ കൊടുത്തേക്കാം. നൈറ്റ് H4. ചെക്ക്. അതൊരു മികച്ച മൂവ്മെന്റ് അല്ല. ഇപ്പൊ പുള്ളി ഇപ്പുറത്തോട്ട് ചാടും. ഇനി ഇവിടെ വേറെ കളി ഏതുണ്ട്? എന്തായാലും ബിഷപ്പിന് ഇവിടെ നിന്ന് കളിച്ചു നോക്കാം. അയ്യോ, ബ്ലണ്ടർ കാണിച്ചു. പുള്ളിയും ബ്ലണ്ടർ കാണിച്ചു. ചെക്ക്.
ചെക്ക്. ക്യൂൺ d2. കാരണം ഇവിടെ നൈറ്റിനെ മാറ്റിയതാണ്. നൈറ്റ് ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റായിരുന്നു. നൈറ്റിനെ മാറ്റി നമ്മൾ ചെക്ക് വിളിച്ചു. ഇനി അടുത്ത കണ്ട റൂക്കിനെ കൊണ്ട് റൂക്ക് എടുക്കുവാണ്. ഇതൊന്നും കണ്ടില്ലെന്ന് കാണാനേ ഒക്കത്തില്ല. നമ്മൾ എടുക്കുന്നു റൂക്ക് ടു റൂക്ക്. റൂക്ക് ക്യാപ്ചർ f4. ദെൻ ചെക്ക്. നെക്സ്റ്റ് മൂവ്. നെക്സ്റ്റ് ചെക്ക്മേറ്റ് അങ്ങ് ചെയ്യാം. ചെക്ക്മേറ്റ് ആവും. അടുത്ത മൂവ്മെന്റ് ചെക്ക്മേറ്റ് ആണ് കേട്ടോ. അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് കയറി വരിക. വീഡിയോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. ദാ ചെക്ക് ചെക്ക് ചെക്ക്. ചെക്ക്മേറ്റ്. ചെക്ക്മേറ്റ് ആയി. ഒരു സ്റ്റെപ്പും കൂടെ. ചെക്ക്മേറ്റ്. താങ്ക് യു.